ഹായ് ഡി എസ് കെ പ്ലാറ്റ്ഫോം, ദിസ് ഈസ് മീ യുവർ ഫ്രണ്ട് സെൽവകുമാർ. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് ആക്ട്രസ് ഹണി റോസും അതുപോലെ തന്നെ ഇൻഡസ്ട്രിയലിസ്റ്റായ ബോബി ചെമ്മണ്ണൂർ അവരുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളാണ്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പലതരത്തിലുള്ള ചർച്ചകളാണ് നമ്മൾ പലതരത്തിലുള്ള സോഷ്യൽ മീഡിയസിലൂടെയൊക്കെ, പ്രത്യേകിച്ച് മെയിൻ സ്ട്രീം മീഡിയസിലടക്കം കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. സോ അതിനു മുമ്പ് നമ്മുടെ എസ് കെ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ അംഗമായില്ല എങ്കിൽ നമ്മുടെ എസ് കെ പ്ലാറ്റ്ഫോമിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് അംഗമാവുക. മാത്രമല്ല, താഴെ ഒരു ബെല്ലൈക്കൺ കാണും, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് തീർച്ചയായിട്ടും യൂട്യൂബ് ഹെൽപ്പ് ചെയ്യുന്നതാണ്. സോ just do it, and after watching this video, please share this to your friends around you. പ്രത്യേകിച്ചും നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഹണി റോസ് ഒരു ആക്ടറാണ്, ബോബി ചെമ്മണ്ണൂർ ഒരു വ്യവസായിയാണ്. അദ്ദേഹത്തിന്റെ ഒരു പരിപാടിക്ക് പോകും. അവിടെ ബോബി ചെമ്മണ്ണൂർ അദ്ദേഹം സ്ത്രീ വിരുദ്ധപരമായിട്ടുള്ള പരാമർശം നടത്തി എന്നുമാണ് ഹണി റോസ് ഇപ്പോൾ നിയമ നടപടികളൊക്കെ പോയിരിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പലതരത്തിലുള്ള വാർത്തകൾ നമ്മൾ പല സോഷ്യൽ മീഡിയകളിലെല്ലാം തന്നെ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. പിന്നെ ഈ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പം നമ്മളൊരു വ്യക്തി എന്ന നിലയ്ക്ക് നമുക്ക് എന്തൊക്കെ ഫ്രീഡം ഉണ്ട് എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ പ്രത്യേകമായിട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും നമ്മൾ ജീവിക്കുന്നത് ഇന്ത്യ എന്ന രാജ്യത്താണ്. ഇന്ത്യ എന്ന രാജ്യത്ത് നമുക്ക് ഭരണഘടനാപരമായിട്ട് ചില അവകാശങ്ങൾ നമുക്കുണ്ട്. അത് നമ്മൾ എല്ലാവരും പ്രത്യേകമായിട്ട് അറിഞ്ഞിരിക്കണം. നമ്മുടെ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് നമുക്ക് ആർട്ടിക്കിൾ 19 അതുപോലെ തന്നെ ആർട്ടിക്കിൾ 21 ഇത് പ്രകാരം നമുക്ക് വി ഹാവ് റൈറ്റ് ടു ഫ്രീഡം. സോ അതിനനുസരിച്ച് തന്നെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ, അതുപോലെ തന്നെ പ്രൈവസി, എന്താ പറയുക, റൈറ്റ് ടു ഡിഗ്നിറ്റി, പ്രൊട്ടക്ഷൻ ഓഫ് ഡിഗ്നിറ്റി, അതുപോലെ തന്നെ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾക്കുള്ള റൈറ്റ്സ് നമുക്കുണ്ട്. അത് പ്രകാരം നമുക്ക് ഇഷ്ടപ്പെട്ട പോലെ നമുക്ക് ജീവിക്കാനായിട്ട് കഴിയും എന്നുള്ളതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും 18 വയസ്സ് കഴിഞ്ഞ എല്ലാ പൗരന്മാരും ഭരണഘടനാപരമായിട്ടുള്ള അവകാശങ്ങൾ എന്താണെന്ന് അറിയുക എന്നുള്ളതാണ് ഞാൻ പല വീഡിയോകളിലും നിങ്ങളോട് പറയുന്നത്. അല്ലാത്ത പക്ഷം ചില ആൾക്കാരുടെ ഐഡിയോളജി പ്രകാരം നമുക്ക് ജീവിക്കേണ്ടി വരും എന്നുള്ളതാണ്. ചില ആൾക്കാർ പറയുന്നതനുസരിച്ച് ജീവിക്കേണ്ടി വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെടും എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും പ്രത്യേകമായിട്ടും തിരിച്ചറിയുക. പിന്നെ 18 വയസ്സിന് താഴെയുള്ള ആൾക്കാർക്ക് ഇന്ത്യൻ നിയമപ്രകാരം ഭരണഘടന പ്രത്യേകമായിട്ടുള്ള പരിരക്ഷയാണ് നൽകുന്നത്. അപ്പോൾ അത് പ്രകാരം തന്നെ 18 വയസ്സിന് മേലുള്ള ആൾക്കാരാണ് 18 വയസ്സിന് താഴെയുള്ള ആൾക്കാരെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത്. അത് 18 വയസ്സിന് മുകളിലുള്ള, അതായത് പൗരന്മാരായിട്ടുള്ള ആൾക്കാരുടെ ഉത്തരവാദിത്തം ആണ് എന്നുള്ളതാണ് നിയമം പറയുന്നത്. സോ അത് എല്ലാവരും മനസ്സിലാക്കുക. പിന്നെ നമുക്കറിയാം, ഇന്ത്യൻ നിയമപ്രകാരം നമ്മളെല്ലാവരും ഈക്വൽ ആണ് ടു എൻടൈറ്റിൽമെന്റ്സ്. സോ വി ഹാവ് ഈക്വൽ റൈറ്റ്സ് ടു ആക്സസ് വാട്ട് എവർ വി വാണ്ട്. സോ അത് നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കുക. അവിടെ സ്ത്രീ എന്നോ പുരുഷൻ എന്നോ ഒന്നും വ്യത്യാസങ്ങളൊന്നും ഇല്ല. മാത്രമല്ല, നമ്മൾ ജീവിക്കുന്നത് ഒരു ജനാധിപത്യ രാജ്യത്താണ്, അല്ലെങ്കിൽ ജനകീയമായിട്ടുള്ള ഒരു സിസ്റ്റത്തിനകത്താണ്. സോ ഈ ഒരു സിസ്റ്റം എങ്ങനെ വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെല്ലാവരും ഓരോ വ്യക്തികൾ, പ്രത്യേകിച്ച് 18 വയസ്സിന് മുകളിലുള്ള ആൾക്കാർ വോട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ ജീവിക്കുന്നത്, ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സിസ്റ്റം തന്നെ രൂപപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ഈ വോട്ട് എന്ന് പറയുന്നത് ഓരോ വ്യക്തികളുടെയും എന്താ പറയുക, ഇൻഡിവിജ്വൽ ആയിട്ടുള്ള അവകാശമാണ്. അത് തന്നെയാണ് ഫ്രീഡം എന്ന് പറയുന്നത്. അവിടെ സ്ത്രീ ആയാലും പുരുഷനായാലും പൈസക്കാരനായാലും പണക്കാരനായാലും അവരെല്ലാവരും ഒരു വോട്ട് ചെയ്തിട്ടാണ് ഇത്തരത്തിലുള്ള സിസ്റ്റത്തെ മേക്ക് ചെയ്തിരിക്കുന്നത്. സോ ഈ സിസ്റ്റത്തിന്റെ അകത്ത് ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെ പ്രാധാന്യം കൊടുക്കേണ്ടത് വ്യക്തികൾക്കാണ്. ഓരോ വ്യക്തികളുമാണ് ജനാധിപത്യത്തിന് അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ വ്യക്തിയുടെയും അവകാശങ്ങൾ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് എന്താ പറയുക, നമ്മുടെ സിസ്റ്റത്തിന്റെ ഉത്തരവാദിത്തമാണ്. ഇപ്പൊ പ്രത്യേകിച്ചും ഞാനൊരു 18 വയസ്സ് കഴിഞ്ഞ ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് എൻ്റെതായിട്ടുള്ള
റൈറ്റ്സ് ഉണ്ട്. ഇപ്പൊ ഞാനിവിടെ താടി വളർത്തണോ, മീശ വളർത്തണോ, മുടി വളർത്തണോ, ഏത് ഡ്രസ്സ് ഇടണം, എൻ്റെ ഡ്രസ്സ് എങ്ങനെ ആയിരിക്കണം, എവിടെയൊക്കെ പോകണം, എന്ത് കഴിക്കണം, എന്ത് ചെയ്യണം, എന്തിനെ വിശ്വസിക്കണം, മീൻസ് ഇപ്പോൾ ദൈവമായാലും എന്ത് തന്നെ ആയാലും വിശ്വസിക്കണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ഞാനാണ്. അതുപോലെ തന്നെയാണ് ഓരോ വ്യക്തിയും. അവരെന്ത് കഴിക്കണം, എന്ത് ചെയ്യണം, എന്ത് ഡ്രസ്സ് ഇടണം എന്നൊക്കെ തീരുമാനിക്കുന്നത് അത് ഓരോരുത്തരുടെയും ഫ്രീഡമാണ്. അത് അവരുടെ സൗകര്യമാണ്. അതിനൊരിക്കലും മറ്റൊരു വ്യക്തി നീ ഇങ്ങനെ ചെയ്യണം, ഇങ്ങനത്തെ ചെയ്യരുത് എന്ന് പറയാനൊന്നും അവർക്കാർക്കും തന്നെ റൈറ്റ്സ് ഇല്ല എന്നുള്ളത് പ്രത്യേകമായിട്ട് അറിയുക. അതിപ്പോ സ്ത്രീയായാലും പുരുഷനായാലും സെയിം ആണ്. ഇപ്പോ ഹണിറോസിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ പോലും അദ്ദേഹം 18 വയസ്സ് കഴിഞ്ഞ ഒരു വ്യക്തിയാണ്. സോ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇന്ത്യൻ നിയമം അനുസരിച്ച് ഷീസ് എ സിറ്റിസൺ. സോ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പൗര എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് അവകാശമുണ്ട് നമുക്കുള്ളതുപോലെ. സോ അതിനനുസരിച്ചിട്ട് അദ്ദേഹം ജീവിക്കുന്നുണ്ട്. അദ്ദേഹം എന്ത് ചെയ്യണം, എന്ത് ഡ്രസ്സ് ഇടണം എന്നൊക്കെ തീരുമാനിക്കുന്നത് അദ്ദേഹത്തിന്റെ റൈറ്റ്സ് ആണ്. അത് അദ്ദേഹത്തിന്റെ സൗകര്യം കൂടിയാണ്. സോ അവിടെ പോയിട്ട് നമ്മൾ അറ്റാക്ക് ചെയ്യാൻ നമ്മൾ ആരാണ്, നമുക്ക് എന്ത് റൈറ്റ്സ് ആണ് ഉള്ളത് എന്ന് സ്വയം ഇത്തരത്തിൽ പറയുന്ന ആൾക്കാർ പ്രത്യേകം പരിശോധന നടത്തേണ്ടത് ആവശ്യമാണ്. സോ അത് പ്രത്യേകമായിട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പൊ ആണുങ്ങളായാൽ ഇങ്ങനെ ചെയ്യണം, പെണ്ണുങ്ങളായാൽ ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ജീവിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരുപാട് സംസാരങ്ങളില്ല, ഒരുപാട് സ്റ്റിഗ്മകൾ നമ്മുടെ സൊസൈറ്റിയിൽ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ ഒന്ന് മനസ്സിലാക്കുക, നമ്മുടെ നിയമപ്രകാരം, ഇന്ത്യൻ നിയമപ്രകാരം ആണുങ്ങളായാൽ ഇങ്ങനെ ജീവിക്കണം, പെണ്ണുങ്ങളായാൽ ഇങ്ങനെ ജീവിക്കണം, അങ്ങനെ ഒന്നും പറയുന്നില്ല. സോ നമുക്ക് ഇഷ്ടപ്പെട്ട പോലെ ജീവിക്കാം. അത് പ്രത്യേകമായിട്ടും മനസ്സിലാക്കുക. അത് നമ്മൾ ഓരോരുത്തരാണ് തീരുമാനിക്കേണ്ടത്. സോ മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് പലതും പറയും, അതിലൊന്നും കാര്യമാക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഓരോരുത്തർ പറയുന്നതിന് മറുപടി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ജീവിക്കാനായിട്ട് കഴിയില്ല. അത് പ്രത്യേകമായിട്ട് മനസ്സിലാക്കുക. പിന്നെ ജീവിതം ഒന്നേ ഉള്ളൂ, അത് നമുക്ക് ഇഷ്ടപ്പെട്ട പോലെ ജീവിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കരുത്. നമ്മൾ എന്ത് ചെയ്യണം, എന്ത് കഴിക്കണം എന്നൊക്കെ നമ്മൾ സ്വയം തീരുമാനിക്കും. മറ്റുള്ളവർ അവരുടെ ഐഡിയോളജി നമ്മുടെ തലയിൽ കുത്തിവെക്കാതിരിക്കാൻ മാത്രം നമ്മൾ ശ്രദ്ധിക്കുക. അത് ഇനി ആണുങ്ങളായാലും ശരി പെണ്ണുങ്ങളായാലും ശരി പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഈ നിമിഷം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്. കാരണം നമുക്ക് നിയമം അങ്ങനെയാണ് അനുശാസിക്കുന്നത്. സോ നമ്മൾ നിയമത്തിനെ മാത്രം ഫോളോ ചെയ്താൽ മതി. മറ്റുള്ളവരുടെ മീൻസ് ചില ആൾക്കാരുടെ ഐഡിയോളജി ഫോളോ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല. നമ്മുടെ സൊസൈറ്റിയിൽ ഇങ്ങനെ ജീവിക്കണമെന്ന് ചില സ്റ്റിഗ്മകളുണ്ട്, അതൊക്കെ ബ്രേക്ക് ചെയ്തേക്കണം. അതൊന്നും യൂസ്ലെസ് ആണ് പലപ്പോഴും. പിന്നെ ചില ആൾക്കാർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴുള്ള ജനറേഷൻ ആൾക്കാർക്ക് ഡ്രസ്സിങ് സെൻസ് ഇല്ല എന്നാണ് പറയുന്നത്. പക്ഷെ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല. ഓരോ ജനറേഷനും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും നമ്മുടെ അച്ഛൻ്റെ ഇല്ലെങ്കിൽ അതിന് മുമ്പത്തെ ആൾക്കാരൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അന്നൊക്കെ എന്താ പറയുക, ഡ്രസ്സ് ഇടാത്ത ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു ജനറേഷൻ അങ്ങനെയല്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഡ്രസ്സ് ഇല്ലെങ്കിലും ഉണ്ടെങ്കിൽ പോലും ഈ സൊസൈറ്റി അതൊന്നും ശ്രദ്ധിക്കാനൊന്നും പോകുന്നില്ല. പക്ഷെ ചില ആൾക്കാരാണ് അവരുടെ പ്രത്യേകമായിട്ടുള്ള താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആണ് ആക്ച്വലി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് സൃഷ്ടിക്കുന്നത്. സോ അത്തരത്തിലുള്ള ആൾക്കാരാണ് ആക്ച്വലി നമ്മൾ എതിർക്കേണ്ടത്. കാരണം ഇത്തരത്തിലുള്ള ആൾക്കാർ പൊതുവെ എങ്ങനെ മറ്റുള്ളവരെ അടിമപ്പെടുത്താം എന്ന ഒരു ചിന്തയിലാണ് ജീവിക്കുന്നത്. സോ അവരെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവരെയാണ് നമ്മൾ പ്രതിരോധിക്കേണ്ടത്. സോ എന്ത് തന്നെ ആയാലും നമ്മളെല്ലാവരും തന്നെ വ്യക്തികളാണ്. നമ്മളുടെ ഓരോരുത്തരുടെയും വ്യക്തി സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അവകാശം അത് നമ്മൾ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്തമാണ്. മാത്രമല്ല നമ്മൾ ജീവിക്കുന്ന ഈ ജനാധിപത്യ സിസ്റ്റത്തിൻ്റെയും ഉത്തരവാദിത്തമാണ്. സോ അത് നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കുക. എവിടെയെല്ലാമാണോ നമ്മുടെ വ്യക്തി സ്വാതന്ത്ര്യം ലംഘിക്കപ്പെടുന്നത് അവിടെയെല്ലാം തീർച്ചയായിട്ടും നമ്മൾ ശബ്ദം ഉയർത്തുക തന്നെ ചെയ്യണം. കാരണം അത് നമ്മുടെ അവകാശമാണ്, അത് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഈ ഹണി റോസിനെ കുറിച്ച് മീൻസ് ഹണി റോസിനെ അറ്റാക്ക് ചെയ്യുന്ന ആൾക്കാരോട് എനിക്കൊന്നേ പറയാനുള്ളൂ, നിങ്ങൾ നിങ്ങളുടെ ജീവിതം കൂടുതൽ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം കൂടുതൽ മെച്ചപ്പെടും. നിങ്ങൾ ഹണി റോസിനെ കുറിച്ച് സംസാരിക്കുകയോ അവരെ അറ്റാക്ക് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ അത്രയും സമയം നിങ്ങളുടെ വേസ്റ്റ് ആകുകയാണ് ചെയ്യുന്നത്. സോ അത് മനസ്സിലാക്കുക. ഹണി റോസിന് ഇന്ത്യൻ നിയമപ്രകാരം അവർക്ക് അവരുടേതായിട്ടുള്ള അവകാശമുണ്ട്. അവർ അതിനനുസരിച്ച് ജീവിച്ചോട്ടെ. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, ജീവിക്കുക.
പിന്നെ ഞാൻ നിങ്ങളോട് പ്രത്യേകമായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭരണഘടനയെ പോലെ ആധുനിക ജനാധിപത്യ മൂല്യം പറയുന്ന ഏതൊരു ഗ്രന്ഥവും ഈ ഭൂമിയിൽ ഇല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. സോ ഭരണഘടന അനുശാസിക്കുന്ന നിയമങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക, ഭരണഘടന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുക. അത് മാത്രമേ നിങ്ങൾക്ക് ഫ്രീഡം തരികയുള്ളൂ എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും പൗരൻ എന്ന നിലയ്ക്ക് നിങ്ങൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടതാണ്. സോ പൗരബോധം എല്ലാവരും വളർത്തുക എന്നുള്ളതാണ് എനിക്ക് ഈ നിമിഷം നിങ്ങളെ ഓർമ്മിപ്പിക്കാനായിട്ട് തോന്നുന്നത്. സോ അത് ചെയ്യുക. ഓക്കെ ഗൈസ്, എന്തായാലും അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു വിഷയമായിട്ട് നമുക്ക് വരാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ബൈ ആൻഡ് ടേക്ക് കെയർ. ലവ് യു ഓൾ. താങ്ക് യു.